നമുക്ക് ഡി ബി സിയുടെ ഒരു പുതിയ മോഡ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. നെറ്റ്ലിങ്കുമായിട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ തന്നെ BSNL വേണ്ടിയിട്ട് വൈഫൈ റോമിംഗ് ഉൾപ്പെടെ വെച്ചിട്ട് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. ആദ്യ ഘട്ടം എല്ലാ മോഡത്തിൻ്റെതും നോർമൽ ഒരേ രീതിയിലായിരിക്കും. ആദ്യം നമ്മളതിൽ ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് ഈ മോഡ് എടുത്തിട്ട് ഇതിലൊരു ലാൻ ബോട്ട് ഉണ്ടാവും. ഈ ലാൻ ബോട്ടിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻ കേബിൾ കണക്ട് ചെയ്യുക. ലാൻ കേബിൾ കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലാൻ കേബിൾ കണക്ട് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. കണക്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു IP-യിലേക്ക് പോകേണ്ടതുണ്ട്, ഡിഫോൾട്ട് IP. അത് 192.168.1.1 എന്നുള്ളതാണ്. ഇതിൽ ജസ്റ്റ് ഓൾറെഡി കയറിയതുകൊണ്ട് വന്ന് കിടക്കുന്നുണ്ട്. ആ ഡിഫോൾട്ട് IP ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ IP-യിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതിലെ ഇൻബിൽറ്റ് യൂസർ നെയിം പാസ്വേഡ് DBCയുടെ ASൽ അഡ്മിൻ, അത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ DBC, ക്യാപിറ്റൽ ONU, അത് കഴിഞ്ഞ് 101, ഇത്രയാണ് ഇൻബിൽറ്റ് പാസ്വേഡ് വരുന്നത്. ആദ്യം നമ്മൾ ആ പാസ്വേഡ് എന്തായാലും മാറ്റണം. അപ്പോൾ ജസ്റ്റ് ക്യാപ്ഷൻ കൂടെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് മാറ്റാനുള്ള പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡ് മിക്സ് ചെയ്തിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് എഴുതി വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, മോഡ് റീസെറ്റ് ചെയ്ത് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ മാറ്റുന്ന പാസ്വേഡ് ഒന്ന് എഴുതി വെക്കുക. ആദ്യം വീണ്ടും ആ ഇൻബിൽറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പുതിയൊരു പാസ്വേഡാണ് നമ്മൾ അടിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാസ്വേഡ് ABC 12345 കൊടുത്തു. അതേപോലെ തന്നെ അത് വീണ്ടും താഴെ അടിച്ചു കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് സക്സസ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വീണ്ടും ലോഗിൻ പേജ് വരും. അവിടെ നമ്മൾ മാറ്റിയ പാസ്വേഡ് ABC 12345 ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ക്യാപ്ഷൻ അടിക്കുക. നമ്മൾ മോഡത്തിൽ കയറി കഴിഞ്ഞ്, അതായത് ഈ ഒരു മോഡത്തിൻ്റെ DBCയുടെ മോഡത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ കോൺഫിഗറേഷനിലുണ്ട്. പ്രത്യേകിച്ച് BSNLൻ്റെ റോമിങ് കൂടെ ചെയ്യണമെങ്കിൽ മോഡം വഴി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പണിയുണ്ട്, നമ്മൾ OLT വഴി പുഷ് ചെയ്യുന്നല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ റോമിങ് ചെയ്യുന്നുണ്ടോ പുതിയ SSID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം യൂസർ ID എങ്ങനെ അപ്പാക്കുക എന്നുള്ളതൊക്കെ നോക്കുക. അപ്പോൾ അതിനാദ്യം നെറ്റ്വർക്കിൽ പോവുക, WLAN എടുക്കുക. WLAN എടുത്തിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ SSID വന്നിട്ടുണ്ട്. ഈ SSID വന്ന സമയത്ത് ഇത് നമ്മുടെ നോർമലി ഉള്ള കസ്റ്റമറെ SSID ആണ്. ഈ SSIDയിൽ നമ്മൾ എങ്ങനെയാണോ നെയിം സെറ്റ് ചെയ്യുന്നത് ആ നെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒരു _ ഇട്ട് കസ്റ്റമറുടെ ലാൻ നമ്പറിൻ്റെ ലാസ്റ്റ് 4 അക്കം നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നു. ഇനി എന്താണോ പേര് വേണ്ടത് ആ പേര് കൊടുക്കുക. ഫ്രീക്വൻസിയും കാര്യങ്ങളൊന്നും റീഅറേഞ്ച് ചെയ്യേണ്ട, അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ സ്ട്രെങ്ത് എല്ലാം വ്യത്യാസം വരുത്തും. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേര് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് പാസ്വേഡാണ്. ഇവിടെ ഈ TKP എന്നുള്ളിടത്തിൽ ഈ എൻക്രിപ്ഷനും കാര്യങ്ങളും AES TKP + AES ആണ്. അതായത് ഇവിടെ നമുക്ക് ഇത് OpenAW ഈ ഒരു കോൺഫിഗറേഷൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ അതായത് ജസ്റ്റ് ബേസിക്കായ ചില കാര്യങ്ങളാണ്, അതിലൊന്നും പൊതുവേ ചേഞ്ച് ചെയ്യാൻ പോകാത്തതാണ് നല്ലത്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പാസ്വേഡ് ഇവിടെ നോക്കുക, ഇത് ഇൻബിൽട്ടായിട്ട് വന്ന പാസ്വേഡാണ്. ഇനി നമുക്ക് വൈഫൈക്ക് എന്ത് പാസ്വേഡാണോ വേണ്ടത്, അതായത് നമ്പർ ലെറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ആ ഒരു ക്യാരക്ടർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് ടിക്ക് ചെയ്തേക്ക് കേട്ടോ. ടിക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ പാസ്വേഡ് ഇത്രയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്കായ പണി, അതായത് ഫസ്റ്റ് SSID കോൺഫിഗർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് SSID ആണ്. അതിന് ചെയ്യേണ്ടത്, അതായത് ഇവിടെ മൾട്ടിപ്പിൾ SSID എന്നുള്ള ഓപ്ഷൻ എടുക്കുക.
മൾട്ടിപ്പിൾ SSID എടുത്തിട്ട് AP1 എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസേബിൾ എന്നുള്ളതില്ലേ, WLAN ഇൻ്റർഫേസ് ഡിസേബിൾ മാറ്റിയിട്ട് എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SSIDയുടെ പേര് കാണിക്കും. SSIDയുടെ പേര് കാണിക്കുന്നിടത്തിൽ BSNL വൈഫൈ റോമിംഗ് എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ എങ്ങനെയാണോ നിർദ്ദേശം തന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം, തെറ്റിക്കാതെ ചെയ്തേക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നെയിം കണ്ടില്ല, സെയിം മെത്തേഡിൽ BSNL വൈഫൈ എന്നുള്ളത് BSNL ക്യാപിറ്റൽ, W വരെ ക്യാപിറ്റൽ, ഇതിലെ 2 വൈഫൈയുടെ I എന്ത് ചെയ്യണം, സ്മോൾ ആയിരിക്കണം. നോക്കാം നമുക്ക്. BSNL ഇത്രയും ക്യാപിറ്റൽ, W ക്യാപിറ്റൽ, I സ്മോള്, F ക്യാപിറ്റൽ, I സ്മോള്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നൊരു അണ്ടർസ്കോറാണ്. ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പുറത്ത് പോയാൽ, അതായത് അവർക്ക് വേറെ പല സ്ഥലത്തുനിന്ന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരും. അപ്പോൾ അണ്ടർസ്കോർ ഇടുന്നു. അണ്ടർസ്കോർ ഇട്ടിട്ട് 6 കൊടുക്കുക. 6 ക്യാപിറ്റലാണ് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 6 ക്യാപിറ്റൽ. അത് കഴിഞ്ഞാൽ ROAMING സ്മോളാണ് കേട്ടോ. ROAMING സ്മോളാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ SSID സബ്മിറ്റ് കൊടുത്താൽ SSID ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാസ്വേഡ് മാറ്റി SSID ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി നോക്കുക. മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ WLAN സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഈ BSNL വൈഫൈ റോമിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻക്രിപ്ഷൻ നോണാണ്. അതായത് ഇതിൽ ഈ നോണൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് നമ്മളെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത് ഓപ്പണാണ്, പ്രോപ്പറാണ്. നേരെ സബ്മിറ്റ് കൊടുത്തേക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമലി ഓപ്പൺ ആയിട്ട് തന്നെ കിടന്നോളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റിലത്തെ SSID പാസ്വേഡ് മാറ്റലും ക്രിയേഷനും കഴിഞ്ഞു. ഇനി യൂസർ ID സെറ്റ് ചെയ്യുന്ന വോയിസ് പാസ്വേഡ് ഇതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. ബാക്കി ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഉണ്ടാവും ഇട്ടിട്ടുണ്ടാവും കേട്ടോ.